സാറന്മാർക്ക് കഴിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട സാർ. സാറന്മാരെ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എന്തോന്നാടാ ഇത്? 5 സ്റ്റാറാ? സാറേ, ബാല കഴിഞ്ഞ് വരുന്ന വഴിക്ക് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയാണ്ട് ചെയ്തു പോയത്. കൈ കാണിച്ച വണ്ടിക്കകത്ത് IG ആണെന്ന് ഉമ്മാണ് സത്യമായിട്ട് അറിയില്ല സാർ. സാർ ഇതിപ്പോ എന്ത് ചെയ്യാ സാറേ? IG പെറ്റിയടിച്ചെന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യ്, 2 ദിവസം ഇവിടെ നിർത്തി ബാല എളിപ്പിച്ചിട്ട് വിട്. മജിസ്ട്രേറ്റിന്റെ അടുത്തൊന്നും വിടണ്ട. അയ്യോ സാറേ, പുറത്തുനിന്ന് കളിയൊക്കെ സമ്മതിക്കാർ സമ്മതിക്കാല്ലോ. മാറിയേക്കടാ. സൂയിസൈഡ് കേസുണ്ട്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ. ഡോ അവിടെ ഇരി. സൂയിസൈഡ് അല്ലേ? കഴിച്ചിട്ട് പോയാ. പുതിയ ആളല്ലേ സാറേ? സർ, ആക്ച്വലി ഞാൻ 2 ദിവസം അൻവർ, സാർ. എന്താടോ ആ മീഡിയ അവിടെ? മീഡിയയോ? ആ പുറത്ത്. എന്തുപറ്റി? സാർ, ജെനിഫർ മുമ്പിരുന്ന ജോർജ് സാറ് ഒരുത്തനെ ലോക്കപ്പിലിട്ട് തട്ടിയായിരുന്നു. അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഈ കൊച്ചു ഒരുപാട് നടന്നതാണ്. പിന്നെ ജോർജ് സാർ ആ വീട്ടുകാർക്ക് കാശ് കൊടുത്തങ്ങ് ഒതുക്കി. അതിൻ്റെ ഈഗോയുടെ പേരിൽ ആ കൊച്ച് ഈ കേസ് ഇപ്പോഴും ഇതുവരെ വിട്ടിട്ടില്ല. അത് വല്ലതും അന്വേഷിച്ച് വന്നതായിരിക്കും സാർ. ആ കൊച്ചു വന്ന വണ്ടിക്ക് 2 മിററും ഇല്ല. ആ ട്രാഫിക് എസ്ഐയോട് പറഞ്ഞ് മിററും വെപ്പിച്ച് ഫൈൻ അടുപ്പിച്ചിട്ട് വിട്ടാൽ മതി. അല്ല സാർ. തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. എന്നാ വിട്ടോ. ആ സാർ, വിതുര സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഒരു കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. ഒരു പ്രായമായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഒരാഴ്ചയായിട്ട് വേറെ ആരും ഉണ്ടായിരുന്നു. അവിടെ ആരാ ഇൻചാർജ് എന്ന് അന്വേഷിച്ചിട്ട് ആ വീടിന്റെ അഡ്രസ് എടുക്കണം. സാർ. സോമ, വാ. പിന്നെ ആ പുറത്തേക്കുന്ന മഞ്ഞ സ്കൂട്ടറില്ലേ, അതിൽ 2 മിററും വെപ്പിച്ച് ഒരു ചെറിയ പെറ്റടിച്ചു വിട്ടേ. ശരി. നാളെ ആ സൈറ്റിൽ 10 വിടാം സാർ. किधर था तू? कामचोर साला. സാർ, ഇൻഫർമേഷൻ കറക്റ്റാണ്. ഒരു പള്ളിയിലച്ഛനാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. അവനാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സാർ. ഡോ 2 പേർ ഗേൾസ് ഹൈസ്കൂളിലേക്ക്. ഓക്കെ സാർ. എന്താ വെച്ചേ? സാറിനെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യം. ഈ ആവേശം ആ കേസ് തെളിയിക്കാൻ കൂടി കാണിക്കണം. ഇപ്പൊ ഈ കാണിച്ചതിന്റെ പേരിൽ സെക്ഷൻ 353 IPC പ്രകാരം പോലീസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്ത. മിനിമം 2 ദിവസം എടുക്കും മാഡം പുറത്തിറക്കാം. പ്ലീസ് സാർ, പ്ലീസ്. അങ്ങോട്ട് മാറിയേക്ക്. കേറ്. താങ്ക് യു. അച്ചമ്പട്ടം കിട്ടിയെന്ന് ഉപയോഗിച്ച ലോകയ. അതെന്തായാലും ഇവിടെ ആരും ഉപയോഗിക്കാറില്ല. ഇവിടെ എൻ്റെ അമ്മയും സർവൻറ്റും മാത്രമേ ഉള്ളൂ. എൻ്റെ അനിയന്മാരെല്ലാം അങ്ങ് വിദേശത്താണ്. സർവൻറ്റ് കഴിഞ്ഞ ആഴ്ച അങ്ങ് നാട്ടിൽ പോയി. ഞാൻ ഈ ധ്യാനത്തിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നുകൊണ്ട് ഇന്നലെ അവിടെ എത്തിയത്. വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് CCTV കട്ടായി കിടക്കുന്നതാണ്. പർപ്പസ്ഫുള്ളി ആരോ കട്ട് ചെയ്ത പോലെ ഉണ്ട് സാർ. സാർ അത് കണ്ടോ? ഇത് ഇന്നലെ ക്ലീൻ ചെയ്ത പോലെയുണ്ട്. ഫാദർ വരൂ. ഇതിപ്പോ താഴെ അമ്മയോട് സംസാരിച്ചിരുന്നു. 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാ. എന്തായാലും 1-2 ആഴ്ച കഴിയുമെങ്കിൽ ഫാദർ അമ്മയോടൊപ്പം ഇവിടെ സ്റ്റേ ചെയ്യണം. അത്ര നല്ലതല്ലാത്ത 1-2 ഇൻസിഡൻസ് ഈ ഏരിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് തോന്നിയാൽ ഫാദർ വിളിച്ചാൽ മതി. ആ. ആ സൈമ, എന്താ മച്ചി? നെറ്റ്ഫ്ലിക്സിന്റെ കണക്ഷൻ വല്ലതും ആയോടാ? ആ നോക്കുക. ആ മണി ഹേസ്റ്റ് കാണാൻ ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. 1 മാസം കൊണ്ട് ഞാൻ പറയുക. നിനക്ക് പിന്നെ ശാലോൻ TV മതിയല്ലോ. മുൻപ് ക്രൈം നടന്നിട്ടുള്ള വീടുകളിൽ ഇത്രയും അൺയൂഷ്വൽ ആയിട്ട് ഏതൊക്കെ നടന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണം. സാർ, കഴിഞ്ഞ ഒരാഴ്ച അവനാണ് ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ ഈ അമ്മച്ചി ഇവിടെ ജീവനോട് ഉണ്ടാവൂ സാർ. ഈ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ ടീംസ് സിനിമയിൽ മാത്രമേ കയറുന്ന വീട്ടിൽ എല്ലാവരെയും കൊല്ലൂ. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡറാണ്. എന്ന് വെച്ചാൽ
ഇമോഷൻസ് തിരിച്ചറിയാനുള്ള ഫംഗ്ഷൻ വർക്കാവൂല. എന്നാൽ അത് അവനായിരിക്കും. നമുക്കിവിടെ അലർട്ടായിട്ട് രണ്ടുപേരെ ഡ്യൂട്ടി കിട്ടാലോ സാർ. അത്രയാള് നമ്മുടെ സ്റ്റേറ്റിലുണ്ടെങ്കിലേ താൻ പറഞ്ഞു. അത് എന്തായാലും താൻ പറഞ്ഞതല്ലേ, 2 ദിവസം നൈറ്റ് പെട്രോളിങ്ങിന് താൻ കൂടെ പൊക്കോ. സാർ പോവാ. സൈറ്റ് എഞ്ചിനീയർ നാളെ വരും സാർ. അന്വേഷണം നോക്കാം സാറേ. അടേ എവിടെയായിരുന്നു 2 ദിവസം? തോന്നും പോലെ വരാനുള്ള പരിപാടി ഞാൻ വേറെ ആളെ വെക്കും. പറഞ്ഞു വിടേ. എവിടെയായിരുന്നടാ? 2 ദിവസം ദോദിൻ. വേറെ ആളെ ഒന്നും കിട്ടിയില്ല. എന്തു പറഞ്ഞാലും മരക്കുറ്റി പോലെ നിന്നോളും. എന്തുവാണ്? अरे भैया काम करो भाई. ഹലോ സാർ. എന്താ അൻവർ? ഇതുവരെയും സസ്പീഷ്യസ് ആയിട്ട് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ലീഡ് കിട്ടണം. സാറിന് വെയിറ്റ് ചെയ്യണ്ട, എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. യെസ് സർ. അയ്യപ്പൻ സർ, യു ഹാവ് 48 hours. സർ, അതിനു മുമ്പ് ഒരു ലീഡ് കിട്ടിയില്ലെങ്കിൽ ക്രൈം ബ്രാഞ്ച്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഡോഗ് സ്ക്വാഡിൽ എന്താ വിരമിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഐ നോ സർ.